നമസ്കാരം, പ്രേക്ഷകർക്ക് സ്വാഗതം സംവാദത്തിലേക്ക്. ഇന്ന് സംവാദം ചർച്ച ചെയ്യപ്പെടുന്നത് തെരഞ്ഞെടുപ്പ് വിശകലനം നടത്തുന്നത് വയനാട് ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ചാണ്. വളരെ പ്രത്യേകതകൾ ഉള്ള മണ്ഡലം എന്ന് പറയേണ്ടി വരുന്നത് കഴിഞ്ഞ 2019 ഈ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ പോകുന്ന ആൾ മത്സരിക്കുന്ന ഇടം എന്നായിരുന്നു 2019 രാഹുൽ ഗാന്ധി മത്സരിച്ച വയനാടിനെക്കുറിച്ചുള്ള ആദ്യത്തെ ഒരു വാർത്ത എന്ന് പറയപ്പെടുന്നത്. അതിന് വലിയ പ്രാധാന്യമുണ്ടായി. പ്രാധാന്യം എന്ന് പറയുന്നത് UDF ഒരു സുനാമിയായി മാറി. ശബരിമല സംഭവവും അതിനോട് അനുബന്ധിച്ച് വന്ന പ്രശ്നങ്ങൾ, അതിനുശേഷം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന പ്രതീക്ഷ, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇടതുപക്ഷക്കാരടക്കം വോട്ട് ചെയ്തിട്ടുണ്ടാകുമെന്നാണ്. കാരണം ഇടതുപക്ഷക്കാരുടെ സ്ഥാനാർത്ഥി ആയിരുന്നല്ലോ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഈ തെരഞ്ഞെടുപ്പിലും എല്ലാം ഇടതുപക്ഷം പ്രതീക്ഷയോട് ഉറ്റുനോക്കുന്ന ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നുള്ളൂ, അത് രാഹുൽ ഗാന്ധിയാണ്. പക്ഷേ ഇപ്പോൾ ഇടതുപക്ഷം രാഹുൽ ഗാന്ധി അത്ര കണ്ട് നോക്കുന്നില്ല. കാരണം അവരും പരാജയം സമ്മതിച്ചിരിക്കുന്നു. പിന്നീടുള്ള ആകെ പ്രതീക്ഷയായിരുന്ന കെജ്രിവാൾ ജയിലിലുമായി പോയി ഇടതുപക്ഷത്തിന്റെ. അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ജയിലിലാകുന്നതിന്റെ സാധ്യതകളൊക്കെ ഇപ്പോൾ ജനം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്ക് ആ കെജ്രിവാളിലേക്ക് വരാം. അതിനു മുമ്പ് ഈ രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ടുള്ള വയനാടിനെ കുറിച്ചൊന്ന് പറഞ്ഞു പോകാം. കാരണം 2019 രാഹുൽ ഗാന്ധി എത്തുന്നത് തന്നെ അമേഠി എന്ന് പറയപ്പെടുന്ന കോൺഗ്രസിന്റെ കുടുംബ വീട്, തറവാട് എന്നൊക്കെ പറയുന്നവർ. കാരണം അവിടെ നെഹ്റു കുടുംബത്തിൽ ആര് വന്നത് അവിടെ പരാജയപ്പെട്ടു പോകുന്ന ഒരു നേതാവായിരുന്ന രാഹുൽ ഗാന്ധിയെയാണ് അവിടുന്ന് ചുമന്നു കൊണ്ടുവന്ന് മുസ്ലിം ലീഗിന്റെ പിന്തുണയോടുകൂടി വയനാട് നിർത്തി മത്സരിപ്പിക്കും. അങ്ങനെ മത്സരിപ്പിക്കുമ്പോൾ അവിടുത്തെ ജനങ്ങൾക്കുണ്ടായിരുന്ന പ്രതീക്ഷ എന്ന് പറയപ്പെടുന്നത് വളരെ വലുതായിരുന്നു. ഒന്നാമതായിട്ട് പ്രധാനമന്ത്രി ആയില്ല, ശരി ആയിക്കോട്ടെ, MP ആയി. എന്നാൽ MP ആയ ആള് ആ മണ്ഡലത്തിൽ ഒരു വർഷത്തിൽ ഒരു 10 പ്രാവശ്യം വന്നു. അതെ, ഞാൻ വളരെ 9 തവണ 12 പ്രാവശ്യം ഒരു മാസത്തിൽ ഒരിക്കൽ, ഒരു മാസത്തിലല്ല, വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല. 12, 5, 60, 5 വർഷം കൊണ്ട് 60 പ്രാവശ്യമെങ്കിലും അദ്ദേഹം വരണം, വന്നിട്ടില്ല. പക്ഷേ ഈ 60 പ്രാവശ്യം വന്നതിനപ്പുറം ഒരു 100 പ്രാവശ്യമെങ്കിലും വന്യജീവികൾ അവിടെ വന്നിട്ടുണ്ട്. തീർച്ചയായും ആന വന്നു, കാട്ടാന കൂടുതൽ വന്നിട്ടുണ്ട്, സിംഹമൊക്കെ ഇറങ്ങിയിട്ടുള്ള മേഖലയാണ്, പുലികളൊക്കെ ഇറങ്ങിയിട്ടുള്ള വന്യജീവികൾ ഇറങ്ങിയിട്ടുള്ള മേഖല. അവർ വന്നിട്ടുണ്ട് 120 പ്രാവശ്യം വരെ. പക്ഷെ അപ്പോഴും ഇദ്ദേഹത്തിന് വരാൻ സമയമായിട്ടില്ല. ഇദ്ദേഹം ആയ 5 വർഷം കൊണ്ട് 9 പ്രാവശ്യമാണ്. ഇനി അഥവാ അദ്ദേഹം വരാതിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാമായിരുന്നു കോൺഗ്രസ് ഒരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമോ പ്രതിപക്ഷത്ത് അത്ര നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ സംഘടനയോ സമയക്കുറവുള്ള ഒരാളോ ആയിരുന്നെങ്കിൽ നമുക്കത് മനസ്സിലാക്കാമായിരുന്നു. അതൊന്നുമല്ല. ഡൽഹിയിൽ പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ചെയ്യാനൊന്നുമില്ല. വല്ലപ്പോഴും ഒരു ടൂർ പോവുക എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് ഡൽഹിയിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ പോയിട്ടും കോൺഗ്രസിന് കാര്യമായി ഒന്നും ചെയ്യാനില്ല. ആകെയുള്ളത് രാജസ്ഥാനിലെ പ്രശ്നങ്ങൾ, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളത് മാത്രമാണ്. മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ നിലവിൽ അദ്ദേഹത്തിന് ഉള്ളതായിട്ട് അപരിഹാര്യമായിട്ടുള്ള മറ്റുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ തീർച്ചയായും MP എന്ന രീതിയിൽ അദ്ദേഹത്തിന് അവിടെ വരാവുന്നതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് MP എന്ന രീതിയിൽ അദ്ദേഹം അവിടെ എത്തിയാലും അദ്ദേഹത്തിന് ഒരുപാട് പരിമിതികളുണ്ട്. ഒന്ന് ഭാഷ. നമ്മളിപ്പോ പറയാം അന്യസംസ്ഥാന തൊഴിലാളിയെ കേരളത്തിലെത്തി. ഒന്നാമത്തെ കാര്യം, അവിടുത്തെ ജനങ്ങൾ എന്ന് പറയപ്പെടുന്നത് സാധാരണക്കാരായിട്ടുള്ള പല വിഭാഗങ്ങളുള്ള. തിരുവനന്തപുരത്തെ അവസ്ഥയല്ല വയനാട്ടിലുള്ള. തിരുവനന്തപുരത്ത് അങ്ങനെ ആദിവാസി ഊരുകളടക്കമുള്ള ആദിവാസി മേഖലകൾ കൂടുതലുള്ള അത്തരത്തിലുള്ള വലിയ പ്രദേശങ്ങൾ, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി പോലും ഒരു പക്ഷേ ആ MP-ക്കുണ്ടോ രാഹുൽ ഗാന്ധിക്കുണ്ടോ എന്ന സംശയം പോലും നമുക്ക് അത് മനസ്സിലാകുക പോലും ചെയ്യുമോ. 2019 ജനങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടി എല്ലാം ചെയ്യാൻ കഴിവുള്ള ഒരു നേതാവാണ്. അതാണ് ഇന്ത്യ അറിയപ്പെടുന്ന ഒരു ദേശീയ നേതാവ്. ആ ദേശീയ നേതാവിന് ചിലപ്പോൾ വലിയ സാധ്യതകളുണ്ടെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടു പോകുന്നത് കുറ്റമല്ല. അത്തരത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഈ 4 ലക്ഷത്തിലധികമുള്ള വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹത്തെ ഇവിടെ നിന്ന് വിജയിപ്പിച്ചത്. അത് ഈ പറയുന്ന മാനന്തവാടിയും സുൽത്താൻ ബത്തേരിയും കൽപ്പറ്റയും തിരുവമ്പാടിയും ഏറനാടും നിലമ്പൂരും പിന്നെ ഈ വണ്ടൂരും അടക്കമുള്ള മേഖലകൾ ആ നിയമസഭാ മണ്ഡലങ്ങളിലെ വലിയ ഭൂരിപക്ഷം നേടിക്കൊണ്ടാണ് ഈ ഇദ്ദേഹം അവിടെ 2019 ജയിച്ച് കയറിയത് എന്നുള്ളതാണ്. ആ 2019 ഒരു സ്ഥിതിവിശേഷം എന്നാൽ ഇപ്പോഴുണ്ടോ എന്ന് ചോദിച്ചാൽ, അന്ന് PP സുനീർ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ 2,74,597 വോട്ടുകളും രാഹുൽ ഗാന്ധി 7,06,367 വോട്ടുകളുമാണ് നേടിയത്. 4,33,000 സ്ഥാനാർത്ഥി അത്ര പരിചിതനായിരുന്നില്ല മണ്ഡലത്തിൽ. മാത്രമല്ല ഈ പ്രധാനമന്ത്രിയാകാൻ പോകുന്ന സ്ഥാനാർത്ഥി എന്ന രീതിയിൽ താരതമ്യേന ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയെ ഒരു പക്ഷേ അവിടേക്ക് അവർ രണ്ടും സഖ്യമാണല്ലോ. അതുകൊണ്ട് കാരണം പോൾ ചെയ്ത വോട്ടിൻ്റെ 64% വോട്ട് രാഹുൽ ഗാന്ധിയാണ് പിടിച്ചിരിക്കുന്നത്. മറ്റേ ഇവരുടെ CPI സ്ഥാനാർത്ഥി 25%, 2.4%. മറ്റേ തുഷാർ വെള്ളാപ്പള്ളി അന്ന് BDJS സ്ഥാനാർത്ഥി 7.25% വോട്ടുകളാണ് നേടിയിട്ടുള്ളത്. അങ്ങനെ ഒരു പാറ്റേണിൽ വയനാട് പോലൊരു മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി പോലൊരാൾ ജയിച്ചു കയറിയ എന്ന് പറഞ്ഞാൽ അത്ഭുതമൊന്നുമല്ല. കാരണം
ഒന്നാമത് മുസ്ലിം ലീഗിന്റെ മേഖല ഒരു കുത്തക അവകാശപ്പെടാനുള്ള കഴിവ്. മാത്രമല്ല പരമ്പരാഗതമായിട്ട് കോൺഗ്രസ്സുകാരുടെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ആഭിമുഖ്യം. കാരണം പലപ്പോഴും ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ വയനാട് മണ്ഡലം രൂപീകരിക്കുന്ന സമയത്ത് പോലും ഈ അവിടെ മാനന്തവാടിയും സുൽത്താൻ ബത്തേരിയും കൽപ്പറ്റയും അടക്കം തിരുവമ്പാടി അടക്കം അങ്ങനെ ഒരു സംവിധാനത്തിന് കീഴിൽ അത്രയും മണ്ഡലങ്ങളും ഒപ്പം തന്നെ കോഴിക്കോടിന്റെ ഭാഗമായിട്ട് ഇതിന്റെ ഏറനാട് നിലമ്പൂരും വണ്ടൂരും കൂടെ ചേർത്തുകൊണ്ട് വയനാട് മണ്ഡലം രൂപീകരിക്കുകയും ആ വയനാട് മണ്ഡലത്തിൽ തന്നെ ആ മണ്ഡലങ്ങളുടെ ക്രമീകരണം നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം ഈ മാനന്തവാടിയും സുൽത്താൻ ബത്തേരിയും കൽപ്പറ്റയും തിരുവമ്പാടി എപ്പോഴും ഈ പറയുന്ന ഇടങ്ങളെല്ലാം കോൺഗ്രസിനോടൊപ്പം ആഭിമുഖ്യം പുലർത്തിയിട്ടുള്ളതാണ്. മാത്രമല്ല കോഴിക്കോട് നിന്ന് നോക്കിയാൽ ഏറനാടും നിലമ്പൂരും വണ്ടൂരും ഈ മേഖലകളും എപ്പോഴും കോൺഗ്രസിനോടൊപ്പം നിന്ന മണ്ഡലങ്ങളാണ്. നിലമ്പൂരൊക്കെ നമുക്കറിയാമല്ലോ ഈ ആര്യാൻ മുഹമ്മദ് അടക്കമുള്ളവരുടെ അവരുടെ വലിയ സാന്നിധ്യം, അദ്ദേഹത്തിന് വലിയ നേതാവ്, വലിയ ബുദ്ധിമാനായ നേതാവാണ് ആര്യാൻ മുഹമ്മദ്. അദ്ദേഹത്തിനെ പോലുള്ള നേതാക്കളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തൊരു പ്രസ്ഥാനം കോൺഗ്രസിനെ എത്രത്തോളം രൂപീകരിച്ചതിൽ പങ്കുവച്ച ഒരു നേതാവ്. അങ്ങനെയുള്ളൊരു പ്രസ്ഥാനത്തിൽ നിന്ന് ഈ 7 നിയമസഭാ മണ്ഡലങ്ങളും കോൺഗ്രസിൻ്റെ അപ്രമാദിത്വമുള്ള മണ്ഡലങ്ങളാണ്, ഒപ്പം മുസ്ലിം ലീഗിന്. അപ്പോൾ ആ ഒരു സ്ഥിതിവിശേഷത്തിലാണ് ഏറ്റവും ആര് നിന്നാൽ ജയിക്കും. പണ്ടൊരിക്കലും AK ആന്റണി പറഞ്ഞ പോലെ ഏത് കുറ്റിച്ചീലിനെ കൊണ്ട് കോൺഗ്രസ് അങ്ങനെ ഒരു കുറ്റിച്ചീലിനെയാണോ നിർത്തിയതെന്ന് ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും വയനാട്ടുകാർ. കാരണം രാഹുൽ ഗാന്ധിയെ കൊണ്ട് ഒരു തരത്തിലുള്ള ഉപകാരവും വയനാട്ടുകാർക്ക് ഉണ്ടായെന്ന് തോന്നുന്നില്ല. കാരണം വയനാട്ടിലെ ഒരു പ്രശ്നങ്ങൾക്കും പരിഹാരം, വന്യജീവി പ്രശ്നങ്ങൾക്ക് അവരുടെ ജീവനാണ് അതായത് അവരുടെ ജീവനാണല്ലോ പ്രശ്നം. ആ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ജനപ്രതിനിധിയോ ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ജനപ്രതിനിധി എന്ത് ചെയ്തു എന്ന് വയനാട്ടിലെ പ്രബുദ്ധരായ മലയാളികൾ, പ്രബുദ്ധരായ കേരളീയർ ചിന്തിക്കേണ്ടതാണ്. അവർ ചിന്തിച്ചു തന്നെയായിരിക്കും ഇപ്രാവശ്യം വോട്ട് ചെയ്യാൻ. മനസ്സിലാക്കേണ്ടത് അമേഠി പോലൊരു മണ്ഡലം, അമേഠിയിൽ യാതൊരു വികസനവും ഇല്ലാതിരുന്നൊരു മണ്ഡലമാണ്. പക്ഷേ കഴിഞ്ഞ ഒരു 10 വർഷം കൊണ്ട്, കഴിഞ്ഞ 5 വർഷം അവിടെ തോറ്റെങ്കിലും അവിടെ സ്ഥിരമായി പോവുകയും അവിടുത്തെ ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്ത സ്മൃതി ഇറാനി, അതിനുശേഷം കഴിഞ്ഞ 5 വർഷം കൊണ്ടുണ്ടായ വികസനം, മെഡിക്കൽ കോളേജ് അടക്കം അമേഠിയിലേക്ക് വന്നിട്ടുണ്ട്. അമേഠിയിലെ വികസനം സാധാരണ മറ്റുള്ള മണ്ഡലങ്ങളിലേക്കാട്ടിലും ദ്രുതഗതിയിൽ വികസിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അത്രയും വർഷം ഒരു കുടുംബത്തിൻ്റെ കുത്തകയായിരുന്നൊരു മണ്ഡലം, ആ മണ്ഡലത്തിന് എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോൾ അമേഠിയിലെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ടാകും. അതുകൊണ്ട് അത് കോൺഗ്രസും തിരിച്ചറിയുന്നത് കൊണ്ടാണ് അവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ പോലും പേടിയാകുന്ന അവസ്ഥയിലേക്ക് കോൺഗ്രസ് തീർച്ചയായും തോൽക്കുമെന്ന് മാത്രമല്ല അതിദയനീയമായി തോൽക്കുന്ന അവസ്ഥയിലേക്ക്. കാരണം വളരെ കൃത്യമായിരുന്നു അമേഠിയിലേക്ക് BJPയുടെ ഒരു സ്ഥാനാർത്ഥി എത്തുന്നത് സ്മൃതി ഇറാനി. സ്മൃതി ഇറാനിക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയ പാരമ്പര്യമോ അല്ലെങ്കിൽ പക്ഷേ സ്മൃതി ഇറാനി സീരിയലുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള നടിയായിരുന്നു. അങ്ങനെയുള്ളവർ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇവിടെ എത്തുന്നു. രാഹുൽ ഗാന്ധിയോട് കൊമ്പ് കോർക്കാൻ തയ്യാറാണ്. അപ്പോൾ അവർ പരാജിതയാകുന്നു ആദ്യത്തെ മത്സരത്തിൽ. പരാജയത്തിലാണ് അവരുടെ വിജയം അവർ കണ്ടെത്തുന്നത് എന്നുള്ളതാണ്. അതാണ് എനിക്ക് ചിലപ്പോൾ ഈ സ്മൃതി ഇറാനിയെ പോലെയുള്ള നേതാക്കളെ കണ്ടു പഠിക്കേണ്ടതുണ്ട്. രാഷ്ട്രീയ തന്ത്രമാണെങ്കിൽ കൂടി. പക്ഷെ സ്മൃതി ഇറാനിയെ പോലും പുച്ഛിക്കുന്ന അവസ്ഥയിലേക്ക്, സ്മൃതി ഇറാനി തന്നാൽ അവാർഡ് വേണ്ട എന്ന് ഇവിടുത്തെ സിനിമക്കാർ പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിരുന്നു. അതെ സിനിമാ നടിയാണ് അത് അങ്ങനത്തെ അല്ല. സിനിമാ നടിയെ നമ്മൾ മാറ്റിവെച്ചാൽ നല്ല രാഷ്ട്രീയ തന്ത്രം പുറകിൽ നിൽക്കുന്നവർ ആരോ വളരെ കൃത്യമായി ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞു എങ്ങനെയാണ് രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തിയത് എന്നുള്ളത്. കാരണം അവർ പരാജയപ്പെട്ടതിന് ശേഷമുള്ള 5 വർഷക്കാലവും അവർ അതേ മണ്ഡലത്തിൽ തന്നെ ഉണ്ടായിരുന്നു, അമേഠിയിൽ തന്നെ ഉണ്ടായിരുന്നു. അമേഠിയിലെ ബൂത്ത് തലം മുതൽ അങ്ങോട്ടുള്ള ഒരു പ്രവർത്തനം തന്നെ. ഓരോ ബൂത്തിലും BJPയുടെ പ്രസിഡന്റുമാരെ നിയമിക്കാൻ തുടങ്ങുന്നു. ആ ബൂത്ത് എന്ന് പറയുന്നത് എത്രയോ ബൂത്തുകൾ അമേഠിയുടെ മണ്ഡലങ്ങളിൽ നിറയെ ബൂത്ത് തലങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നു, ബൂത്ത് പ്രസിഡന്റുമാരെ സൃഷ്ടിക്കുന്നു. ആ ബൂത്ത് പ്രസിഡന്റുമാർക്കെല്ലാം സ്മൃതി ഇറാനിയുടെ നമ്പർ നേരിട്ട്. മാത്രമല്ല അവിടുത്തെ പല മേഖലകളിലും സ്മൃതി ഇറാനിയുടെ നമ്പറുകൾ കൊത്തിവെക്കപ്പെടുന്നു. അവിടെയുള്ള ജനങ്ങൾക്ക് എന്നെ വിളിക്കാം, നിങ്ങൾക്ക് പരാതി പറയാം എന്നുള്ള തരത്തിലേക്കുള്ള ഒരവസ്ഥ അവിടെ സംജാതമാക്കുകയാണ് അമേഠിയിൽ. അപ്പോൾ നിങ്ങൾ എന്നെ വിളിക്കൂ, നിങ്ങളുടെ പരാതികൾ എന്നോട് പറയൂ, അതിന് പരിഹാരമുണ്ട് എന്നാണ് സ്മൃതി ഇറാനി എഴുതി വെച്ചിട്ടുള്ളത്. അങ്ങനെ അവിടുത്തെ ജനങ്ങൾ അവരുടെ പരാതി പരിഹരിക്കപ്പെടുമോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് സ്മൃതി ഇറാനിയെ വിളിക്കുന്നു. സ്മൃതി ഇറാനി ഡൽഹിയിലാണ്, അന്ന് രാജ്യസഭാ അംഗമായി മന്ത്രിയാകുക. അപ്പോൾ ആ വിളി സാധാരണ ഒരു കർഷകൻ വിളിച്ചിട്ട് എൻ്റെ പ്രശ്നം ഇതാണ് മാഡം, എനിക്ക് ഈ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുന്നു. അങ്ങനെ വിളിക്കുമ്പോൾ അവർ പെട്ടെന്ന് ശരി ആരാണ്, എവിടെ നിന്നാണ്, ഏത് ബൂത്തിലാണ്, ഏത് സ്ഥലത്താണെന്ന് ചോദിച്ചതിന് ശേഷമാണ് അവർ പരാതി സ്വീകരിക്കുന്നത്. ആ ബൂത്ത് പ്രസിഡന്റിനെ അവർ പെട്ടെന്ന് ഫോൺ വെച്ചിട്ട് ഇപ്പോൾ നിങ്ങളെ കാണാനായിട്ട് അവിടെ ആൾ വരുമെന്ന് പറഞ്ഞാൽ ഉറപ്പ് നൽകിയതിന് ശേഷം ഇവർ വളരെ പെട്ടെന്ന് ബൂത്ത് തല പ്രസിഡന്റിനെ വിളിക്കുന്നു. പ്രസിഡന്റിനെ വിളിച്ചിട്ട് പറയുന്നു ഇന്ന ബൂത്തിലെ ഇത്ര നമ്പർ സ്ഥലത്ത് ഇന്ന ആൾക്ക് ഇന്ന ഒരു പ്രശ്നമുണ്ട്, അതെന്ത് പ്രശ്നമാണെന്ന് നേരിടുക, ചോദിച്ച് മനസ്സിലാക്കുക, പരിഹരിക്കുക. ഇങ്ങനെയുള്ള ഓർഡർ വളരെ പെട്ടെന്ന് ആ ബൂത്ത് പ്രസിഡന്റ് കൊടുക്കുന്നു. ബൂത്ത് പ്രസിഡന്റ് വൈകാതെ തന്നെ ആ കർഷകന്റെ മുമ്പിലെത്തുന്നു, അല്ലെങ്കിൽ പരാതിക്കാരൻ്റെ മുമ്പിലെത്തുന്നു. പരാതിക്കാരനോട് ചോദിച്ചു നിങ്ങൾ മാഡത്തിനെ വിളിച്ചിട്ടുണ്ടോ?
ഈ മാഡത്തിനെ വിളിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കപ്പെടുന്ന ചോദ്യത്തിൻ്റെ പ്രസക്തി എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു പരാതി, ഒരു ആവലാതി പെട്ടെന്ന് അതിന് പെട്ടെന്ന് പരിഹാരം കാണുന്നതിനുള്ള ഒരു ശ്രമം നടത്തുന്നു എന്നുള്ള ഒരു അവസ്ഥ അവിടെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അത് തുടർച്ചയായ 5 വർഷക്കാലം അവിടെ നടക്കുകയാണ്. ജനങ്ങൾക്കപ്പോൾ അവരുടെ പരാതി പരിഹാര സെല്ലായി സ്മൃതി ഇറാനി മാറുന്നു. അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വിളിക്കാൻ പറ്റുന്ന ഫോൺ നമ്പറായി സ്മൃതി ഇറാനിയുടെ ഫോൺ നമ്പർ മാറുന്നു. അവർക്ക് എപ്പോൾ വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം. അവർ വിചാരിക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ അവരുടെ പരാതി പരിഹരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയെടുക്കുകയാണ് 5 വർഷം കൊണ്ട് സ്മൃതി ഇറാനി. അടുത്ത മത്സരത്തിൽ എന്ത് സംഭവിച്ചു? രാഹുൽ ഗാന്ധി പാടെ പരാജയപ്പെട്ടു. ജനങ്ങൾക്ക് വേണ്ടത് ഒരു നെഹ്റു കുടുംബത്തിൻ്റെയോ അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള കുടുംബത്തിൻ്റെയോ കീർത്തിയല്ല. പകരം ജനങ്ങൾക്ക് ആവശ്യം അവരുടെ പരിഹാരമാണ്. ആ പ്രശ്ന പരിഹാരത്തിന് ഉതകുന്ന ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കുവാനുള്ള ചങ്കൂറ്റം അതാണ് എല്ലാ ജനങ്ങളും കാണിക്കേണ്ടത് എന്നുള്ളത്. അത് സ്മൃതി ഇറാനി സിനിമാ നടിയായിപ്പോയതോ അല്ലെങ്കിൽ അവർ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ആയിപ്പോയതോ തെറ്റല്ല. അവരുടെ രാഷ്ട്രീയവും അവരുടെ മാനുഷികപരമായിട്ടുള്ള അവരുടെ രാഷ്ട്രീയപരമായിട്ടുള്ള തിരഞ്ഞെടുക്കലുകൾ ബുദ്ധിപരമായിട്ടുള്ള തന്ത്രങ്ങൾ മെനയുകൾ, ഒപ്പം തന്നെ ജനങ്ങളോടൊപ്പം ജനസേവ നടത്തുവാനുള്ള മനസ്സ്. നമ്മൾ നോക്കിയാൽ സാധാരണ ഒരു സിനിമാ നടി അല്ലെങ്കിൽ ഒരു സീരിയൽ നടി നമുക്ക് കേരളത്തിൽ പോലും നമുക്കറിയാം, ഒരു സീരിയൽ നടിയൊക്കെ നമുക്ക് കണ്ടാൽ തന്നെ അവർക്ക് മിണ്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അവരേതോ മറ്റ് അന്യഗ്രഹ ജീവികളാണെന്നൊരു ധാരണ ഒരു സീരിയൽ നടിമാർക്ക് പോലും ഉണ്ട്. ആങ്കർമാർക്ക് സീരിയൽ നടിമാർക്ക് പോലും ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിൽ ആണെന്നൊരു ധാരണയുണ്ട്. അത് സാധാരണക്കാരായ ചിലർക്ക് പോലും അങ്ങനെ ഞാൻ എന്തോ സെലിബ്രിറ്റി ആണെന്ന ധാരണയുള്ള ചിലരെങ്കിലും കാണാറുണ്ട്. പക്ഷെ അവിടെയാണ് സ്മൃതി ഇറാനി വ്യത്യസ്തയാകുന്നത്. ഒരു ജനസേവക എങ്ങനെയായിരിക്കണം, ഒരു പൊതുപ്രവർത്തക എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമായി സ്മൃതി ഇറാനി മാറിയത് കൊണ്ടാണ് അമേഠിയിൽ സ്മൃതി ഇറാനിക്ക് ഇത്രയധികം വിജയമുണ്ടാകുന്നത്. അത് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ പരാജയത്തിന്റെ ആദ്യ കാരണം. അത് തന്നെയാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തുവാൻ എന്ത് മാർഗമാണ് സ്വീകരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി ചെയ്യാത്ത കാര്യങ്ങൾ സ്മൃതി ഇറാനി ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. രാഹുൽ ഗാന്ധി ഈ അമേഠിയിലും പോയിട്ടില്ല. രാഹുൽ ഗാന്ധി വയനാട് പോലെ അമേഠിയിലും പോയിട്ടില്ല. അമേഠിയിലും പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ചായക്കടയിൽ കയറി ഒരു ചായ കുടിച്ചു കഴിഞ്ഞാൽ തിരിച്ചു പോരുന്ന ഒരു സ്വഭാവമാണ്. അവിടുത്തെ ഏതെങ്കിലും AICC മെമ്പർമാരോ അല്ലെങ്കിൽ DCC പ്രസിഡന്റുമാരോ ഒക്കെ വിളിച്ചിട്ട് പറയണം ഒരു ദിവസം ഇവിടെ ഒന്ന് വന്നിട്ട് പോണേ. അങ്ങനെ ഒരു 100 ദിവസം വിളിക്കുമ്പോഴായിരിക്കും പുള്ളി ഒരു ദിവസം വരുന്നത് ഏതെങ്കിലും ഒരു DCCയിൽ. ആ ഒരു DCCയിൽ വന്ന് അവിടെ വന്ന് നോക്കിയതിന് ശേഷം മടങ്ങിപ്പോകുന്ന ഒരവസ്ഥയാണ് രാഹുൽ ഗാന്ധിയുടെ കയ്യിലുള്ളത്. അത്തരത്തിലുള്ള രാഹുൽ ഗാന്ധിയെ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടെന്നേ. സത്യത്തിൽ ഞാൻ ആലോചിക്കുന്നത് ഈ വയനാട്ടിലെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ തിരുവനന്തപുരത്ത് വന്ന് ഇപ്പോൾ മത്സരിക്കുന്ന ഒരു കേന്ദ്രമന്ത്രിയുണ്ട്. അദ്ദേഹം മത്സരിക്കാൻ തെരഞ്ഞെടുത്ത, അതായത് മത്സരിക്കാൻ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയതിൻ്റെ എന്ന് പറഞ്ഞതിന് പിറ്റേ ദിവസം അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. അന്ന് മുതൽ ഇന്ന് വരെ അദ്ദേഹം തിരുവനന്തപുരത്തിരുന്ന് തിരുവനന്തപുരത്തെ പ്രവർത്തകരോട് സംവദിച്ച് തിരുവനന്തപുരത്തെ പരിപാടികളിൽ പങ്കെടുത്ത് തിരുവനന്തപുരത്തെ എല്ലാ സ്ഥലത്തും എത്തിച്ചേർന്നുകൊണ്ടാണ് അദ്ദേഹം കേന്ദ്രത്തിൽ ഇപ്പോൾ മന്ത്രിയായിരിക്കുമ്പോൾ പോലും അദ്ദേഹം അങ്ങനെയാണ് ചെയ്തത്. പക്ഷെ രാഹുൽ ഗാന്ധിക്ക് ഒരു പണിയുമില്ല കഴിഞ്ഞ 10 വർഷമായിട്ട്. ഒരു പ്രതിപക്ഷ നേതാവല്ല, ഒന്നുമല്ല, ഒരു പണിയും യഥാർത്ഥത്തിൽ. മാത്രമല്ല പാർട്ടിയുമായി ബന്ധപ്പെട്ട് വലിയ ചുമതലകളില്ല. പാർട്ടിയുടെ പ്രസിഡന്റ് റബ്ബർ സ്റ്റാമ്പാണെങ്കിലും മല്ലികാർജ്ജുൻ ഖാർഗെയാണ്. അതുമല്ല, ഇനി വേറൊരു കാര്യം കൂടെ പറയാം, അതൊരു സത്യസന്ധമായ കാര്യമാണ്. പല ആൾക്കാരും, പല മുതിർന്ന പല കോൺഗ്രസ് നേതാക്കന്മാരും എന്നോടടക്കം പറഞ്ഞിട്ടുള്ള, ഞാനുമായിട്ട് സംവദിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളിലൊന്നാണ് രാഹുൽ ഗാന്ധിയെ കാണുന്നതിന് വേണ്ടി. ഈ രാഹുൽ ഗാന്ധി AICC ഓഫീസിന്റെ തൊട്ടപ്പുറത്താണ് താമസിക്കുന്നത്. ഒരു സമയത്ത് പോലും ഈ AICC ഓഫീസിലേക്ക് വരാറില്ല, വന്ന് കാര്യങ്ങൾ തിരക്കാറില്ല. പ്രസിഡന്റായിരുന്ന ഘട്ടത്തിൽ ഒട്ടും വന്നിട്ടില്ല. ഇതൊക്കെ ചില അച്ഛനും അമ്മയും തള്ളി പറഞ്ഞ് നമ്മുടെ സ്കൂളിൽ ഈ കോൺഗ്രസിന്റെ പ്രസിഡന്റ്. എനിക്ക് തോന്നുന്നു രാഹുൽ ഗാന്ധിക്ക് പൊതുവെ രാഷ്ട്രീയത്തോട് താല്പര്യമുള്ള, അയാൾക്ക് താല്പര്യമുള്ള വിഷയങ്ങളിലേക്ക് പറഞ്ഞു വിട്ടിരുന്നുവെങ്കിൽ ഈ കോൺഗ്രസിന് സത്യം പറഞ്ഞാൽ കോൺഗ്രസ് രക്ഷപ്പെടുമായിരുന്നു. കോൺഗ്രസിന് മുതൽക്കൂട്ടാക്കാൻ പറ്റുന്ന മറ്റു പല നേതാക്കളും ഉണ്ടായിരുന്നു. ഇവിടെ മാറ്റിവിടേണ്ടത് ഈ രാഹുൽ ഗാന്ധിയെ, ഒപ്പം തന്നെ KC വേണുഗോപാലിനെ കൂടെ പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ ഈ പറയുന്ന കോൺഗ്രസ് ഒന്നും പച്ച പിടിക്കും ഒരു 5 വർഷം കഴിഞ്ഞിട്ടെങ്കിലും. ഇല്ലാതെ നിന്നുണ്ടെങ്കിൽ ഒരിക്കലും പച്ച പിടിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഒരു പണിയും ഇല്ലായിരുന്ന ഈ രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിലിടയ്ക്ക് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടും ഇത്രയും ദിവസമായിട്ട് എത്ര ദിവസം ആ പുലി വന്ന് നോക്കിക്കൂടെ ഇവിടെ ജനങ്ങൾക്ക് എന്ത് പറ്റിയത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതൊക്കെ ഇരിക്കുമ്പോഴും ആരാണ് ഇങ്ങനെ ഈ കാണുക പോലും വേണ്ടാത്ത MP വോട്ട് ചെയ്യുന്നത് അല്ലല്ല. അതാണ് ഞാൻ പറഞ്ഞത്. 2019 ജനങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമോശം സംഭവിച്ചിട്ടുണ്ട്. 2014 അത്തരത്തിലൊരു ബുദ്ധിമോശം അവിടെ, അതായത് അമേഠിയിൽ അവർക്ക് സംഭവിക്കുമായിരുന്നു. പക്ഷെ അത് സംഭവിച്ചില്ല. പകരം അന്ന് അവർ ജയിപ്പിച്ചു വിട്ടത് സ്മൃതി ഇറാനി. അതുകൊണ്ട് തന്നെ 2019 അവിടെ മത്സരിക്കാതെ നേരെ ഓടി അവിടെ വന്നു ഈ വയനാട്ടിൽ നിന്ന് മത്സരിച്ച് വിജയിക്കുകയും ചെയ്യുകയാണ് ചെയ്തത്.
ആ അമേഠിയിൽ എന്താണോ ചെയ്തത് അത് തന്നെ പകർപ്പായിട്ട് ഇവിടെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് ഇതാണ് എന്നുള്ളതാണ്. മണ്ഡലത്തിനെയോ മണ്ഡലത്തിലെ ജനങ്ങളെയോ അവരുടെ പ്രശ്നങ്ങളെ പഠിക്കുവാനോ ആ പ്രശ്ന പരിഹാരം ഉണ്ടാക്കുവാനോ ഒന്നും രാഹുൽ ഗാന്ധിക്ക് സമയമില്ല. ഇത്തരത്തിൽ രാഹുൽ ഗാന്ധിക്ക് ഒരു സമയമില്ലാത്ത അലസനായ വൃത്തികെട്ടവനായ രാഹുൽ ഗാന്ധിയെ വിജയിപ്പിച്ചെടുക്കേണ്ട ആവശ്യം എന്താണ്? മാത്രമല്ല രാഹുൽ ഗാന്ധിക്ക് ഇത്തരത്തിലുള്ള ബോധ്യങ്ങളും ഒക്കെ പറഞ്ഞു കൊടുക്കപ്പെടുന്നത് KC വേണുഗോപാലിനെ പോലുള്ള അനർഹനായിട്ടുള്ള ജനറൽ സെക്രട്ടറിയാണ്. ഈ ഞാൻ പറയല്ലേ, ചില പഴങ്ങളൊക്കെ മൂത്ത് പഴുത്താലേ മധുരം കാണുള്ളൂ. അതാകാത്ത ഒരു നേതാവാണ് KC വേണുഗോപാൽ. K. കരുണാകരന്റെയും രമേശ് ചെന്നിത്തലയുടെയൊക്കെ തലയിൽ കൂടി ചവിട്ടി കയറി മുന്നിലേക്ക് പോകുന്ന ഒരു നേതാവായിരുന്നു. ഇവരൊക്കെ വളർത്തിക്കൊണ്ടുവന്ന നേതാവാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ KSU എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുന്ന കാലം മുതൽ ഈ KC വേണുഗോപാലുമായിട്ട് വരുന്ന പ്രശ്നങ്ങൾ എന്ന് പറയപ്പെടുന്നത് പലപ്പോഴും ഓരം ചേർന്ന് നിന്ന് പോയിട്ടുള്ള നേതാവാണ്. കരുണാകരന്റെ മാത്രം പ്രീതിക്ക് പാത്രമാവുകയും അതിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് കണ്ണൂരിൽ നിന്ന് ആലപ്പുഴയിൽ നിന്ന് മത്സരിച്ച് MP ആവുകയും ചെയ്തു. ആ MP സ്ഥാനം വെച്ചിട്ട് ഈ രാജീവ് ഗാന്ധിയുടെ മരണത്തിന് ശേഷം സോണിയാഗാന്ധിയുമായിട്ട് നല്ല അടുപ്പമുണ്ടാകുന്ന തരത്തിലേക്ക് എത്തപ്പെടുകയും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള ഇടത്തേക്ക് KC വേണുഗോപാൽ ചെന്നെത്തപ്പെടുകയും ആ സ്വാധീനങ്ങൾ ഉപയോഗിച്ച് സംഘടനാ ജനറൽ സെക്രട്ടറി ആകുന്നതാണ്. സംഘടനാ ജനറൽ സെക്രട്ടറി AICC പോലൊരു പാർട്ടിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന് വെച്ചാൽ എന്തൊരു പോസ്റ്റാണ്! ഏതൊക്കെ മഹാന്മാർ, എന്തിന് നമ്മൾ നരസിംഹറാവു വരെ ഇരുന്ന ഒരു പോസ്റ്റാണ്. അത്തരത്തിലുള്ള വലിയ പോസ്റ്റിൽ ഈ പറയുന്ന മഹാൻ കയറിയിരുന്നതിന് ശേഷം ആ പാർട്ടി രക്ഷപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. ആ പാർട്ടി രക്ഷപ്പെടാത്തതിന്റെ കാരണങ്ങൾ ഒന്ന് ഈ KC വേണുഗോപാൽ. അതെ, KC വേണുഗോപാൽ വേദമോദി കൊടുക്കുന്ന രാഹുൽ ഗാന്ധിയും കൂടെ നയിക്കുന്നതുകൊണ്ടാണ് ഈ പാർട്ടി പച്ച പിടിക്കാത്തത്. ഇത്രയും ഗതികെട്ട് പോയത് അതുകൊണ്ടാണ്. അപ്പോൾ അത് തിരിച്ചറിയാൻ ഇനിയെങ്കിലും കോൺഗ്രസിനകത്ത് നട്ടലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ തീരുമാനം എടുക്കണം. ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ പാർട്ടി ചരിത്രത്തിൻ്റെ ഭാഗമായി തീരുന്നുള്ള അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് രാഹുൽ ഗാന്ധി അമേഠിയിൽ കാണിച്ചത് എന്താണോ അത് തന്നെയാണ് വയനാട്ടിൽ കാണിച്ചത്. അതുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾ ഒരു തീരുമാനത്തിലേക്ക് ഈ 7 ലക്ഷം വോട്ടൊന്നും ഈ വരുന്ന അവിടെയും ആനിരാജ നല്ലൊരു ഓപ്ഷൻ ആണോ എന്നുള്ളതാണ്. ഇത്രയും കാലം വയനാടുകാരിയാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇത്രയും കാലം അവർ വയനാട്ടിലൊന്നും ഉണ്ടായിരുന്ന ഒരാളല്ല. ഒപ്പം ഇനി 2 പേര് ജയിച്ചാലും ഒരു നാണയത്തിന്റെ ഇരുവശം പോലെയാണ്. അവരും ഡൽഹിയിലേക്ക് പോകും. വയനാട്ടിൽ ഉണ്ടാകുന്നില്ല. പിന്നെ ഇനി ചെന്നാലും അതെ, ലക്ഷ്യം അവർക്ക് 2 പേർക്കും ഒന്ന് തന്നെയാണ്. അവർ ആകെ ഫോക്കസ് ചെയ്യുന്നത് BJPയുടെ വളർച്ച തടയുക, അല്ലെങ്കിൽ BJP എങ്ങനെയെങ്കിലും തടസ്സപ്പെടുത്തുക എന്നുള്ളതാണ്. അതായത് BJPയെ തടസ്സപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ പ്രസന്റ് കോണ്ടസ്റ്റിൽ വികസനം തടസ്സപ്പെടുത്തുക എന്ന് തന്നെയാണ്. അത് യാതൊരു സംശയവും. അത് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അമേഠിയിൽ നിന്ന് സ്മൃതി ഇറാനി വളരെ കൃത്യമായി നിന്ന് പ്രവർത്തിച്ച് അവിടെ വികസനം കൊണ്ടുവന്നപ്പോഴാണ് അവിടെ നിന്ന് രാഹുൽ ഗാന്ധി ഔട്ടായത്. അപ്പോൾ അത് തന്നെയാണ് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും BJPയുടെ ഒരു സ്ഥാനാർത്ഥി ഇവിടെ ജയിച്ചു പോയാൽ ആ മണ്ഡലവും മറ്റുള്ള സ്ഥലങ്ങളും വികസിക്കും എന്ന പേടിയും നാളെ ഇവർക്ക് 2 പേർക്കും ഇടതിനും വലതിനും ഒരുമിച്ച് ഇറങ്ങിപ്പോകേണ്ടി വരുമെന്നുള്ള പേടിയാണ് ഒരു പക്ഷേ ക്രോസ് വോട്ട് ചെയ്ത് ഇത്രയും കാലം BJPയെ ഒരു ഭരണത്തിലേക്ക് അല്ലെങ്കിൽ BJPയെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ജയിപ്പിക്കുന്നതിൽ നിന്ന് തടഞ്ഞു നിർത്തുക എന്ന കാര്യം സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇപ്പോൾ ഒട്ടൊക്കെ മനസ്സിലായി കഴിഞ്ഞു. മനസ്സിലായി. അത് വലിയൊരു കാര്യമാണ്. അത് കാരണം ഏതെങ്കിലും ഒരു ലോക്സഭാ മണ്ഡലത്തിൽ ഒരു താമര വിരിഞ്ഞാൽ അത് 7 നിയമസഭാ മണ്ഡലങ്ങളിൽ പ്രതിഫലിക്കും. അതെ, അങ്ങനെ ഒരു പ്രതിഫലനം ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അതിൻ്റെ പ്രതിഫലനവും ഉണ്ടാകും, ചലനങ്ങളുണ്ടാകും. കാരണം ഒരു ലോക്സഭാ മണ്ഡലം എന്താണ് എന്നും ആ ലോക്സഭാ മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥി ഒരു ജനപ്രതിനിധി ചെയ്യേണ്ടത് എന്തൊക്കെയാണ് എന്നും ആ ഒരൊറ്റ ജനപ്രതിനിധി ചെയ്ത് കാണിക്കും. അതിൻ്റെ അടുത്ത 5 വർഷത്തിനുള്ളിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ പ്രതിഫലനം നിയമസഭയിലും ലോക്സഭയിലും ഉണ്ടാകും. അത് BJPക്ക് കരുത്താകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ഇവർ 2 പേരും ചേർന്നിട്ട് BJPയെ തോൽപ്പിക്കുക എന്നുള്ളതാണല്ലോ. K. മുരളീധരൻ നിയമത്തെ അക്കൗണ്ട് പൂട്ടിച്ച ആളാണ് ഞാൻ എന്നുള്ളതാണ് പുള്ളിയുടെ ഇമേജ്. പുള്ളി എപ്പോഴും പറയുന്നത് ഏതോ മഹാകാര്യം, ഭാരതരത്നം കിട്ടിയ പോലെയാണ് നിയമത്തെ അക്കൗണ്ട് പൂട്ടിച്ചു എന്നുള്ളതാണ് ഇപ്പോഴും സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെ, ഇവരുടെയും കോമൺ ശത്രു എന്ന് പറയപ്പെടുന്ന BJP ആണ്. അത് അപ്പോൾ ആ കോമൺ ശത്രുവിനെ തകർക്കാൻ വേണ്ടിയിട്ട് ഇവർ പലപ്പോഴും ഇങ്ങനെ അന്തർധാര സജീവമാണ്. അതെ അതെ, എപ്പോഴും അന്തർധാര സജീവമാണ്. മനസ്സിലാക്കുന്നത് ഇവർ 2 പേരും കൂടി പ്രകാശ് കാരാട്ടും വൃന്ദ കാരാട്ടും അതുപോലെ ഇവരൊക്കെ തന്നെ ഈ വളരെ ആത്മബന്ധമുള്ള, ഒരുമിച്ചിരുന്ന് ചായ കുടിച്ച് പിരിയുന്ന, ഒരുമിച്ചൊരു സഖ്യം രൂപീകരിക്കുന്ന ആളാണ്. ഇപ്പോൾ ആനിരാജയാണെങ്കിലും ആനിരാജയുടെ D. രാജയാണെങ്കിലും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണല്ലോ. എങ്ങനെയാണ് ഇവർ തമ്മിൽ മത്സരിക്കുമ്പോൾ അതെങ്ങനെയാണ് ഇവർ തമ്മിലൊരു ശ്രീരാം ഇത് ആശയങ്ങൾ തമ്മിലല്ല, ഇത് ആമാശയങ്ങൾ തമ്മിലുള്ള. അതായത് ഇവരുടെ ആശയങ്ങളൊക്കെ എവിടെയോ കളഞ്ഞു, ഇല്ല അങ്ങനത്തെ ആശയങ്ങൾ. കാരണം ഇവരുടെ നല്ല
CPM എന്ന് പറയപ്പെടുന്ന പാർട്ടിയോ CPI എന്ന് പറയുന്ന പാർട്ടിയോ വിചാരിച്ചാൽ ഇന്ത്യ മഹാരാജ്യം അവരുടെ ഒരു കാലത്തും ഭരിക്കാൻ പറ്റില്ല എന്നുള്ളത്. കാരണം ആകെ 60 സീറ്റിൽ പോലും മത്സരിക്കുന്നില്ല. അത്രയും സീറ്റിലാണ് ആകെ മത്സരിക്കുന്നത്. ഇവിടെ വിജയിച്ച് ഈ ഇന്ത്യ മഹാരാജ്യം ഭരിക്കണമെങ്കിൽ 272 സീറ്റുകൾ വേണം. പ്രകടന പത്രിക എന്ന് പറഞ്ഞാൽ 370 ഇല്ലാതാക്കി പൗരത്വ ഭേദഗതി പിൻവലിച്ചു കളയും. ഇങ്ങനെ ഉട്ടോപ്യൻ സ്വപ്നങ്ങളാണ് ഇതൊക്കെ. ഞാനതിനെ ഒരു തമാശയായിട്ട് കണ്ടിരുന്നു. കാരണം ഇങ്ങനെയൊക്കെ തമാശ പറയാൻ CPM-നെ കഴിയും. പ്രകടന പത്രിക ഉണ്ടാക്കുക. എന്തിനാണ് ഈ 60 സീറ്റിൽ മത്സരിക്കുന്ന ഒരു പാർട്ടിക്ക് എന്തിനാ പ്രകടന പത്രികയുടെ ആവശ്യം? സത്യം പറഞ്ഞാൽ ഇവർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയിട്ട് ആ ഇന്ത്യ മുന്നണിക്ക് ഒരു പ്രകടന പത്രിക ഉണ്ടാക്കിയാൽ ശരിയാണ്. എന്നിട്ട് ആ പ്രകടന പത്രിക എല്ലാവർക്കും കൊടുത്ത് ഇതാണ് നമ്മുടെ മുന്നണി ഇല്ലിപ്പോ. മുന്നണിയെ നയിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന പലരും ജയിലിലായി. എന്നിട്ട് ഇത്രയും അഴിമതി കാണിച്ചിട്ടും കോടതി പറഞ്ഞിട്ടും ഇപ്പോഴും പറയുന്നത് നരേന്ദ്രമോദിക്ക് എന്തോ പ്രത്യേകത ഉണ്ടായിരുന്നു. അതായത് നരേന്ദ്രമോദിക്ക് ഒരു ബദലായി വരുന്ന ആളാണ് കെജ്രിവാൾ, അതുകൊണ്ട് ജയിലിലാക്കി എന്നാണ്. ഏതായാലും കോടതി പറഞ്ഞിരിക്കുന്ന കൃത്യമായ തെളിവുകൾ ഉണ്ട് എന്ന് തന്നെയാണ്. അല്ല, അതിനകത്ത് 2 കാര്യങ്ങൾ കൂടിയുണ്ട്. അതുകൂടെ സംസാരിക്കേണ്ടതാണ്. ഇപ്പം മോദിയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ്. അതായത് കെജ്രിവാളുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ, കെജ്രിവാളിന്റെ മോഹം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി പദമായിരുന്നു. ഇപ്പോൾ സത്യം പറഞ്ഞാൽ അതല്ല, അദ്ദേഹത്തിന് പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്ര വന്നതാണ് അദ്ദേഹത്തിന് ആഗ്രഹം. പക്ഷേ പ്രധാനമന്ത്രി പദം ആഗ്രഹിച്ചുവെങ്കിലും അദ്ദേഹം തിഹാർ ജയിലിൽ എത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതിന് കാരണങ്ങളുണ്ട്. കാരണം ഈ ഒരു മദ്യനയവുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിലെ ഇടപാടുകളിലെ അഴിമതി മാത്രമായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് പുറത്തു വരാൻ കഴിയുമായിരുന്നു. കുറച്ചുകൂടെ രാജ്യദ്രോഹവുമായി ബന്ധപ്പെട്ട വിഷയം. ഖാലിസ്ഥാൻ എന്ന് പറയപ്പെടുന്ന ഒരു സംവിധാനം നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് പോലും ഇത്തരത്തിലൊരു സംവിധാനം ഉണ്ടായിരുന്നു. അതായത് അറിയാമല്ലോ, ഈ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ അടക്കം ഉണ്ടാക്കിയതിന്റെ പേരാണ് ഈ സുവർണക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ വലിയ പ്രശ്നം ഉണ്ടായതും ജീവൻ വരെ കൊടുക്കേണ്ടത് ഇന്ദിരാഗാന്ധിക്ക് അതുകൊണ്ടാണ്. കൂടെ നിന്ന സിഖ് ഭീകരന്മാർ തന്നെയാണ് അവരെ വെടിവെച്ചു വന്നത്. ഇതേ സിഖ് ഭീകരന്മാർ 1984 മുതൽ ഇവിടെ ഇങ്ങനെ വാണരുളുകയാണ്. അത് മാത്രമല്ല, പഞ്ചാബ് എന്ന് പറയപ്പെടുന്ന ഒരു രാജ്യമാണ് ഖാലിസ്ഥാൻ വാദം ഉണ്ടാക്കിയെടുത്ത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. ആ ഖാലിസ്ഥാൻ തീവ്രവാദികളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയം 136 കോടി രൂപ അഴിമതി പണമായി വാങ്ങുന്നു എന്ന് പറയപ്പെടുന്നത്. ഇവിടുന്ന് തീവ്രവാദികളെ വിട്ടുകൊടുക്കാമെന്ന് പറയപ്പെടുന്നത്. ഇതൊക്കെ ഏത് രാജ്യത്ത് ആര് നടപ്പിലാക്കും? സ്വന്തം രാജ്യത്തോട് രാജ്യസ്നേഹമുള്ള ഒരു ഏതെങ്കിലും ഒരു ഭാരതീയൻ, ഒരു ഇന്ത്യക്കാരൻ, നമ്മൾ ഏത് പാർട്ടിയോ ആയിക്കോട്ടെ, അത് വിഷയമല്ല. ഭാരതീയന് ഭാരതത്തിനോടുണ്ടാകുന്ന ഒരുതരം സ്നേഹമുണ്ടല്ലോ, നമ്മുടെ രാജ്യത്തിനെ ഒറ്റ കൊടുക്കാതിരിക്കുന്ന ഒരു സ്നേഹം. മാത്രമല്ല, നമ്മൾ ആ രാജ്യസ്നേഹം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ രാജ്യത്ത് ഇവിടുത്തെ മക്കളായി അല്ലെങ്കിൽ ഇവിടുത്തെ പൗരന്മായി ജീവിക്കാൻ നമുക്ക് അവകാശം. അതെ, നമുക്ക് അർഹതയും അവകാശവും അതുകൊണ്ടാണ്. ഇല്ലാതെ ഈ രാജ്യത്തിനെ ഒറ്റ കൊടുക്കുന്ന രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ നടത്തപ്പെടുന്ന വ്യക്തികൾ ജയിലുകൾ തന്നെയാണ്. കൃത്യമായിട്ടുള്ള ശിക്ഷ അവർക്ക് നൽകേണ്ടത്. അതിൽ വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, കെജ്രിവാൾ പുറത്തു നിന്ന സമയത്ത് വീണ്ടും ഒരു കർഷക സമരം, ആദ്യം ഒരു കർഷക സമരം ഉണ്ടായി, വീണ്ടും ഒരു കർഷക സമരത്തിന് കോപ്പ് കൂട്ടിയിരുന്നു. കെജ്രിവാൾ അകത്തായതോടെ സ്വിച്ച് ഇട്ടതുപോലെയാണ് കർഷക സമരം. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിന്റെ എല്ലാം പിന്നിൽ കെജ്രിവാൾ തന്നെ ആയിരുന്നു എന്ന് വ്യക്തമാകുന്ന കാര്യം. ഈ തരത്തിലുള്ള കർഷക സമരങ്ങളെല്ലാം ആരംഭിക്കുന്നത് അങ്ങ് പഞ്ചാബിൽ നിന്നാണ്. അതെ അതെ, ആ പഞ്ചാബിലാണ് ഏറ്റവും കൂടുതൽ ഇവിടെ വന്ന സമരത്തിന് വേണ്ടി. നമ്മൾ ഈ വരുന്ന വഴികളിലെല്ലാം അവർ ഈ പറയുന്ന പഞ്ചാബിലും ചണ്ഡീഗഡിലുമുള്ള ആൾക്കാരെ എടുത്തുകൊണ്ടാണ് മഹാരാഷ്ട്ര വഴി അവരിങ്ങി ഡൽഹിയിലേക്ക് എത്തപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എത്തപ്പെടുമ്പോൾ ഇവർ വരുന്നവരിൽ ഭൂരിപക്ഷവും സിഖുകാരാണ്. അപ്പോൾ നമുക്ക് സംശയിക്കേണ്ടി വരും, ഇവർ കർഷകരാണോ? പുതിയ പുതിയ ട്രാക്ടറുകളുമായിട്ടാണ്, അതും ട്രാക്ടറുകൾ മാത്രം, വാഹനത്തിലല്ല വരുന്നത്. കർഷക സമരം നടത്താനാണ് അവർ വരുന്നതെങ്കിൽ, ഒരു ജെന്യുവിനായ സമരം നടത്താനാണ് വരുന്നതെങ്കിൽ ഏതെങ്കിലും ഒരു വാഹനം പിടിച്ചു വന്നാൽ മതി. ട്രാക്ടറുമായി തന്നെ എത്തണം എന്ന് വാശി പിടിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ കൃത്യമായ കാര്യം തന്നെയാണ്, അജണ്ടയുണ്ട് എന്നുള്ളതാണ്. ആ അജണ്ടയെ ശക്തമായി അടിച്ചമർത്താൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് വേണ്ടതുമാണ്. അത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അത്തരം സമരങ്ങളെ അടിച്ചമർത്തേണ്ടത് ആവശ്യമാണ്. രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ ബാധിക്കുന്ന അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, രാജ്യത്തിന്റെ അഖണ്ഡതയെ തകർക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് ആരാണെങ്കിലും അവർ തീവ്രവാദികളാണ്. അതെ, രാജ്യസുരക്ഷയെ ബാധിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആര് കാണിക്കുന്നുവോ അവർ തീവ്രവാദികളാണ്. അതുപോലെ തന്നെ രാജ്യത്തിനകത്ത് നിന്നുകൊണ്ട് രാജ്യത്തെ ഒറ്റുകൊടുക്കുന്നവർ അവരാരാണോ അവരും രാജ്യത്തിന് തീവ്രവാദികൾ എന്ന് പറയുന്നത്. നമുക്ക് ഈ രാഹുൽ ഗാന്ധിയെ പോലും അതിൽ നിന്ന് ഒഴിച്ചു നിർത്താൻ കഴിയില്ല. കാരണം കോൺഗ്രസ്സുകാർ അഴിമതിക്കാരാണെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് വന്നതാണ് കെജ്രിവാളും പാർട്ടികളും. ആ കെജ്രിവാൾ തന്നെ അഴിമതിക്ക് പാത്രീഭവിക്കുമ്പോൾ, എന്നാൽ അതിന് കെജ്രിവാളിനെ മുൻനിർത്തിക്കൊണ്ടൊരു പട നയിക്കാൻ ശ്രമം നടത്തിയ ആളാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ. കെജ്രിവാളിന് വേണ്ടി വാദിച്ചുകൊണ്ടിരുന്നത് അവിടെയാണ് ആ വിരോധാഭാസം. അവിടുത്തെ മറ്റൊരു കാര്യം കൂടിയുണ്ട് ശ്രീ, അതായത് രാഹുൽ ഗാന്ധിക്ക് മാത്രമാണ് വ്യക്തിപരം, കോൺഗ്രസ് അതിലേക്ക് വന്നിട്ടില്ലായിരുന്നു. കോൺഗ്രസ് എതിർക്കുന്നുണ്ടായിരുന്നു.
രാഹുൽ ഗാന്ധിക്ക് ഉപദേശിച്ചു കൊടുത്ത ആളും രാഹുൽ ഗാന്ധിയും കൂടെ ചേർന്നുകൊണ്ടാണ് കെജ്രിവാളിനെ സപ്പോർട്ട് ചെയ്ത് വന്നത്. ഇത് വ്യക്തിപരമായ തീരുമാനമായി പോയി. പിന്നെയാണ് അതിനെക്കുറിച്ച് അറിയുന്നത്. കാരണം ചെയ്തു വെച്ചിരിക്കുന്നത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ പറയുന്നില്ല. അതായത് ഇദ്ദേഹത്തിന്റെ ഫോൺ, അരവിന്ദ് കെജ്രിവാളിന്റെ ഫോൺ ഐഫോൺ ആണ്. ഐഫോണിന്റെ വിവരങ്ങൾ നൽകാൻ കഴിയില്ല എന്ന് പറയുന്നു. അന്ന് ഐഫോണിന്റെ വിവരങ്ങൾ നൽകാൻ അതിനുവേണ്ടി ഉള്ള ശ്രമങ്ങൾ, ഐഫോണിന്റെ വിവരങ്ങൾ ഡീകോഡ് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ ഐഫോൺ ഡീറ്റെയിൽസ് എല്ലാം മായ്ച്ചു കളഞ്ഞു എന്നുള്ളതാണ്. അമേരിക്കയിൽ നിന്നുള്ള സംഘം മായ്ച്ചു. അമേരിക്കക്കാർക്ക് എന്താണ് ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷ? അമേരിക്കയിലാണെങ്കിലും UK-യിലാണെങ്കിലുമുള്ള ഖാലിസ്ഥാൻ തീവ്രവാദികൾ വളരെ കൃത്യമായി ഈ അരവിന്ദ് കെജ്രിവാളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ ഇടപെടുന്നുണ്ട്. അവർ സംസാരിച്ചിട്ടുള്ളത് ഈ UK-യിലെയും അമേരിക്കയിലെയും ഈ ഖാലിസ്ഥാൻവാദികൾ എപ്പോഴും ഈ ഇന്ത്യയിലുള്ള ഭീകരരെ വിട്ടു നടക്കണം. യഥാർത്ഥത്തിൽ അത് തന്നെയായിരിക്കും ടൂൾ കിറ്റ് അടക്കമുള്ള സാധനങ്ങൾ നമ്മൾ ചർച്ച ചെയ്തതാണ്. കർഷക സമരത്തിൽ മറ്റും ടൂൾ കിറ്റ് വന്നതടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തതാണ്. അതൊക്കെ ഇതിന്റെ ഭാഗമായി തന്നെ കരുതണം. സത്യത്തിൽ ഇവരെല്ലാം ചെയ്യുന്നത്, ഇവരൊക്കെ പറയുന്നത് മതേതരത്വമൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇവരെല്ലാം ചെയ്യുന്നത് രാജ്യദ്രോഹത്തിന്റെ പരിധിയിൽപ്പെടുത്താവുന്ന കുറ്റകൃത്യങ്ങളോ അല്ലെങ്കിൽ അതിനെ രാജ്യദ്രോഹത്തെ സപ്പോർട്ട് ചെയ്യുന്നതും രാജ്യദ്രോഹം തന്നെയാണ്. യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ഇവരെല്ലാം ചേർന്ന് നടന്നത്. നമ്മുടെ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഭീകരവാദികൾക്ക് വേണ്ടി നമ്മൾ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ രാജ്യദ്രോഹികളാണ്. അതിനപ്പുറം മറ്റൊന്നും പറയാം. മാധ്യമങ്ങളടക്കം അത് ചെയ്യുന്നുണ്ട്. കെജ്രിവാളിന് വേണ്ടി വിലപിക്കുന്ന മാധ്യമങ്ങൾ നമ്മൾ കാണുന്നതാണ്. ഇവിടെ നമ്മുടെ മാധ്യമങ്ങൾ പലപ്പോഴും ചാഞ്ഞും ചരിഞ്ഞും നിൽക്കുന്നതായിരുന്നു. നിഷ്പക്ഷമതികളാകാനുള്ള സാധ്യതയില്ല. മാധ്യമ പ്രവർത്തനം പഠിച്ചതിന് ശേഷം. എന്നാൽ അതേസമയം ഗോദി മീഡിയ എന്ന് പറയുകയും ചെയ്യും. അവിടെയാണ് ഇവിടെ ചെയ്യുന്നത് ഒക്കെ മറന്നിട്ട് ഗോദി മീഡിയ എന്ന് കളിയാക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള സ്ഥിതിവിശേഷം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയും പ്രധാനമന്ത്രി മോഹവും ഉള്ള കുറച്ച് പേരുടെ ഒരു കൺസോർഷ്യമാണ് ഇന്ത്യ മുന്നണി എന്ന് പറയപ്പെടുന്നത്. ആ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന കോൺഗ്രസിൻ്റെ നേതാവാണ് ഈ രാഹുൽ ഗാന്ധി എന്ന് പറയപ്പെടുന്നത്. രാഹുൽ ഗാന്ധിയെ നമ്മൾ വയനാട്ടിൽ നിർത്തി ഇപ്പോഴും മത്സരിപ്പിക്കുമ്പോഴും പക്ഷെ പഴയ സാധ്യതകൾ, അതായത് 2019 ഒരു സാധ്യതയും ഇവിടെ കാണുന്നില്ല എന്നുള്ളത്. മറ്റൊന്ന് നേരത്തെ പറഞ്ഞ പോലെ ആനിരാജയാണെങ്കിലും ഈ പറയുന്ന പോലെ CPI സ്ഥാനാർത്ഥിയാണ്. ആനിരാജയ്ക്ക് എത്രയൊക്കെ സ്വാധീനം രേഖപ്പെടുത്താൻ കഴിയും? കഴിഞ്ഞ സുനീർ പിടിച്ച 2 ലക്ഷത്തിലധികമുള്ള വോട്ടുകൾ പിടിക്കാൻ തന്നെ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷേ കെ സുരേന്ദ്രനെ നമുക്ക് മാറ്റി നിർത്താൻ കഴിയുന്ന, അതായത് BJP അത്ര പ്രാധാന്യത്തോടെ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന അതേ സീറ്റിൽ കൃത്യമായ വോട്ട് ഷെയർ ഇല്ലാത്ത, വലിയ രീതിയിൽ വോട്ട് ഷെയർ ഇല്ലാത്തൊരു മണ്ഡലമായിട്ട് കൂടി അവിടെ കെ സുരേന്ദ്രനെ മത്സരിപ്പിക്കുന്നത് സത്യത്തിൽ അത് വളരെ വലിയൊരു സന്ദേശം കൂടി നൽകുന്നത്. അതായത് എവിടെയൊക്കെ പോയി ആദ്യഘട്ടത്തിൽ സ്മൃതി ഇറാനിയോട് അമേഠിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ ഇപ്പോൾ ഉള്ള അതേ അവസ്ഥ തന്നെയായിരുന്നു. വയനാട്ടിലെ സുരേന്ദ്രൻ ഇപ്പോൾ മത്സരിക്കുമ്പോഴുള്ള അതേ അവസ്ഥ തന്നെയായിരുന്നു അന്നുണ്ടായിരുന്നത്. അത് കൃത്യമായി ഈ വയനാട്ടിൽ നിന്നും ഞങ്ങൾ നിങ്ങളെ ഓടിക്കുമെന്ന കൃത്യമായ സന്ദേശം. ഒരുപക്ഷെ ഇത്തവണ അത് സാധിക്കില്ലായിരിക്കും. പക്ഷേ അത് ഇതേപോലെ തന്നെ അമേഠിയെ പോലെ തന്നെ വയനാടും. അതുമാത്രമല്ല മറ്റൊരു സന്ദേശം കൂടിയുണ്ട്. സ്മൃതി ഇറാനി വന്ന് റോഡ് ഷോ നടത്തി സുരേന്ദ്രനോടൊപ്പം ചേർന്ന് സുരേന്ദ്രനും സ്മൃതി ഇറാനിയും കൂടി ചേർന്നാണ് അവിടെ ചെന്ന് പത്രിക നൽകാൻ പോലും കളക്ടറേറ്റിലേക്ക് പോയത്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് വയനാട് പോലൊരു സ്ഥലത്തേക്ക് സുരേന്ദ്രനെ വെറുതെ വിട്ടതല്ല എന്നുള്ളത് തന്നെയാണ്. വയനാട് കുറെ കാലം ഉണ്ടായിരുന്ന ആളാണ്. വയനാട് അതുകൊണ്ട് തന്നെ വയനാടിനോടൊപ്പം ഉള്ള ഒരു ബന്ധം സുരേന്ദ്രൻ നേരത്തെ തന്നെയാണ്. സുരേന്ദ്രൻ അത് പറയുന്നുണ്ട്. സുരേന്ദ്രൻ അവിടെ ഒരു എസ്റ്റേറ്റില് മാനേജറായിരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അത് വ്യക്തമായിട്ട് അവിടുത്തെ ഒരു പ്രശ്നങ്ങളും ഒക്കെ അറിയുന്ന ഒരാളാണ് തന്നെയാണ് സുരേന്ദ്രൻ. മാത്രമല്ല അല്ലെങ്കിൽ തന്നെയും ഈ രണ്ടുപേരെക്കാട്ടിലും ആനിരാജയും രാഹുൽ ഗാന്ധിയെ മലയാളം വളരെ കൃത്യമായിട്ട് പറയുകയും മലയാളികളായിട്ടുള്ള മനുഷ്യരോട് സംസാരിക്കാൻ കഴിയുകയും ചെയ്യുന്നത് കെ സുരേന്ദ്രന് മാത്രമാണ്. ആ കെ സുരേന്ദ്രൻ അത് കൃത്യമായിട്ട് ചെയ്യുന്നുമുണ്ട്. ജയിച്ചു വരാൻ സാധ്യതയുള്ള, ജയിക്കേണ്ട വ്യക്തിത്വമാണ്. പക്ഷേ രാഹുൽ ഗാന്ധി എന്ന് പറയപ്പെടുന്ന നല്ല റോഡ് ഷോകളൊക്കെ നല്ല ആളുകൾ കൂടുതലുള്ള തിങ്ങി നിറഞ്ഞ റോഡ്. അല്ല, ഇവിടെ നമ്മൾ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ ഒരു പ്രാതിനിധ്യം നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ ഇവിടെ നടത്താൻ പോകുന്ന ഒരു വിഷയം എന്ന് പറയപ്പെടുന്നത് ഇപ്പോൾ മുസ്ലിം ലീഗിനുള്ള ഒരു ഭിന്നതയുണ്ട്. ആ ഭിന്നത എന്ന് പറയപ്പെടുന്നത് വളരെ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം രാഹുൽ ഗാന്ധി വന്നപ്പോൾ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോകളിലൊന്നും അല്ലെങ്കിൽ പത്രികാ സമർപ്പണത്തിന് പോലും ഈ മുസ്ലിം ലീഗിന്റെ കൊടി പിടിക്കാൻ പാടില്ല, ഒപ്പം തന്നെ കോൺഗ്രസിന്റെയും കൊടി പിടിക്കാൻ പാടില്ല എന്ന് മുസ്ലിം ലീഗ് അപ്പോൾ ശാഠ്യം വയ്ക്കുന്നു. അങ്ങനെ രണ്ടുപേരുടെയും കൊടി പിടിച്ചിട്ടില്ല. പകരം കൊടികളൊന്നുമില്ലാതെ ഒരു ശ്മശാനത്തിലേക്കുള്ള യാത്ര പോലെ ഇങ്ങനെ യാത്ര പോവുകയാണ്. ഒരു തെരഞ്ഞെടുപ്പിന്റെ സൗന്ദര്യം എന്ന് പറയപ്പെടുന്നത്
നമ്മൾ പങ്കെടുക്കുന്ന ഇത്തവണ എല്ലാ സ്ഥലത്തും കോൺഗ്രസിന് പണമില്ല എന്നാണ് അവർ പറയുന്നത്. ഇത് വേറൊന്നും കൊണ്ടല്ലായിരുന്നു. ഈ പച്ചക്കൊടി കാണുമ്പോൾ അത് ഉത്തരേന്ത്യയിലേക്ക് എടുത്തു വെക്കുന്നു. ഉത്തരേന്ത്യയിൽ അമിത്ഷാ അടക്കമുള്ളവർ ഈ പച്ചക്കൊടി വെച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ആരുടെ ആളാണ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മൃദുഹിന്ദു സമീപത്തിലുള്ള മറുപടിയാണ് അവിടെ കൊടുക്കുന്നത്. അത് ഭയപ്പെട്ടുകൊണ്ടാണ് ഒരു കൊടിയും സ്വീകരിക്കുന്നത് എന്ന് പറയുന്നത്. എന്ത് വൃത്തികെട്ട സമീപനമാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഖിന്നരാണ് ഈ പറയുന്ന ഈ മുസ്ലിം ലീഗ്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചു മുമ്പ് നമ്മൾ വേറൊരു ചർച്ചയിൽ പറഞ്ഞതുപോലെ, അതായത് മുസ്ലിം ലീഗിനെ കയ്യിലെടുക്കാൻ വേണ്ടി LDF ശ്രമിക്കുന്നുണ്ട്. ആ ശ്രമം പക്ഷേ പരാജയപ്പെട്ടു പോകും. കാരണം LDFനെ ഇപ്പോൾ വിശ്വാസത്തിലെടുക്കാൻ മുസ്ലിം ലീഗ് തയ്യാറല്ല. പകരം മുസ്ലിം ലീഗിന് കുറച്ചുകൂടി സാധ്യത കാണുന്നത് NDAയിലാണ്. അതായത് BJPയിലേക്ക് പോവുക എന്നുള്ളതായിരിക്കും മുസ്ലിം ലീഗ് സ്വീകരിക്കാൻ വന്ന ഒരു മാർഗം. കാരണം NDAയുടെ ഘടകകക്ഷിയായിക്കൊണ്ട് ഭരണത്തിലേക്ക് വരിക. അവർക്ക് ഭരണമില്ലാതിരിക്കാൻ കഴിയില്ല ഈ മുസ്ലിം ലീഗിൻ്റെ പാർട്ടി. അവർക്ക് NDAയിലേക്ക് വന്നാൽ ഗുണങ്ങൾ രണ്ടാണ്. കേന്ദ്രത്തിലും ഒപ്പം തന്നെ സംസ്ഥാനത്തും അവർക്ക് അധികാരം പങ്കിടാൻ കഴിയുമെന്നുള്ളതാണ്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. 2029 തെരഞ്ഞെടുപ്പിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് അങ്ങനെയായിരിക്കും. അതായത് 2029 തെരഞ്ഞെടുപ്പ് ഉണ്ടാകും. നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും ഉണ്ടാകും. ആ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവിടെ ഈ മുസ്ലിം ലീഗ് എന്ന് പറയപ്പെടുന്ന മറ്റ് പ്രതിഭാസങ്ങളൊന്നും വേറെ ഒരിടത്തും UPയിൽ സംഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ NDAയുടെ ഭാഗമാകാൻ മുസ്ലിം ലീഗ് തയ്യാറാകും. അങ്ങനെയാണെങ്കിൽ ആ തെരഞ്ഞെടുപ്പിൽ വലിയ മാറ്റങ്ങൾ കേരളത്തിലുണ്ടാകും. കേരളത്തിൽ NDAയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ടൊരു ഭരണത്തിലേക്ക് വരെ എത്താൻ കഴിയും. അങ്ങനെ പുതിയ BJPയുടെ മുഖ്യമന്ത്രി വേണമെങ്കിൽ 2029 കേരളത്തിൽ അധികാരത്തിലേറുന്ന വലിയൊരു പ്രതീക്ഷയും നൽകുന്നുണ്ട്. പക്ഷേ ഈ അത്ഭുതങ്ങൾ സംഭവിക്കണമെങ്കിൽ മുസ്ലിം ലീഗ് എന്ന് പറയപ്പെടുന്ന സംഘടന, ആ പാർട്ടി NDAയുടെ ഭാഗമാകണം. അത് ഭാഗമാകാനുള്ള സാധ്യതകൾ വളരെ വലുതാണ് എന്നാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വട്ടം കൂടി UDFൻ്റെ ഭാഗമായിട്ട് അവർ നിൽക്കുമ്പോൾ അവർ പൂർണ്ണമായിട്ടും അവരോടൊപ്പം സഞ്ചരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ പകുതി വിഭാഗത്തിന്, ഒരു നല്ല വിഭാഗത്തിന് ഈ ഭിന്നത അവരുടെ മനസ്സിൽ നിൽപ്പുള്ളതുകൊണ്ട് തന്നെ ആ വോട്ടുകൾ ആർക്ക് പോകുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അത് സുരേന്ദ്രനാണോ ലഭിക്കുന്നത്, ആനിരാജയ്ക്കാണോ ലഭിക്കുന്നതെന്ന്. എന്തായാലും ആനിരാജയോടൊപ്പം കൊടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അവിടുത്തെ ജനങ്ങൾ പ്രബുദ്ധരാണ്. ഇവർ രണ്ടുപേരും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ് എന്ന് അറിയുന്നുള്ളതുകൊണ്ട് മണ്ഡലത്തിൽ സത്യത്തിൽ വിളിച്ചാൽ വരാവുന്ന ഒരു സ്ഥാനാർത്ഥി, ഒരു ഫോൺ ചെയ്താലെങ്കിലും കൈദൂരത്ത് കിട്ടുന്ന ഒരു സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ തന്നെയാണ്. മറ്റു രണ്ടുപേരെയും പ്രാപ്യമല്ല. ഒരു പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ഫോൺ നമ്പർ പോലും അവിടുത്തെ അറിയുന്നില്ല. മാത്രമല്ല ഈ പറയുന്ന KC വേണുഗോപാലിനെ വിളിച്ചാൽ മാത്രമായിരിക്കും ഫോണൊന്നും എന്തിന് ആൾക്കാർ വരാത്ത ആളാണോ ഫോൺ വിളിച്ചാൽ ഇപ്പോൾ സത്യത്തിൽ സിദ്ദിഖിന്റെ പ്രതീക്ഷകളാണ് വയനാട്ടിൽ തകർത്ത് കളഞ്ഞത് ഇവര്. അപ്പോൾ അസന്തുഷ്ടരായ ഒരു മുസ്ലിം വിഭാഗക്കാരുണ്ട്. അതായത് തങ്ങളുടെ കൊടി പ്രദർശിപ്പിക്കാൻ കഴിയാത്ത, KJ വിളിക്കാൻ കഴിയാത്ത തരത്തിലുള്ള രാഹുൽ ഗാന്ധിയോടൊപ്പം എന്തിന് നിൽക്കണം എന്ന് ചോദിക്കുന്ന ഒരു വിഭാഗം. അങ്ങനെയുള്ളവർ ആനിരാജയ്ക്ക് വോട്ട് ചെയ്യില്ല, രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യില്ല. ആ വോട്ട് ആർക്ക് ചെയ്യണമെന്ന് ചോദിച്ചാൽ SDP സ്ഥാനാർത്ഥിയുമില്ല, അതുകൊണ്ട് അവർക്ക് വോട്ട് ചെയ്യില്ല. അങ്ങനെ വരുമ്പോൾ ആ വോട്ട് സുരേന്ദ്രന് ഗുണകരമാവുകയാണെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഞാൻ പറഞ്ഞതുപോലെ മുസ്ലിം ലീഗിന്റെ ഒരു വിഭാഗമെങ്കിലും അങ്ങോട്ട് പോകും, NDAയുടെ ഭാഗമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ഇവിടെ ഗുണം സംഭവിക്കാൻ പോകുന്നത് കെ സുരേന്ദ്രൻ എന്നാണ്. വിജയിച്ചില്ലെങ്കിൽ കൂടി ശക്തമായ സാന്നിധ്യം അറിയിക്കാൻ സുരേന്ദ്രന് കഴിയും. അങ്ങനെയാണെങ്കിൽ ഈ 4 ലക്ഷം എന്ന് പറയപ്പെടുന്ന ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ രാഹുൽ ഗാന്ധിക്ക് കഴിയില്ല. ജയിച്ചേ പറ്റൂ, ജയിക്കും. കാരണം വിജയിക്കുന്ന സ്ഥാനാർത്ഥിയാണ് രാഹുൽ ഗാന്ധി. ഒരു 400 വോട്ടെങ്കിലും വിജയിക്കേണ്ടി വരും. അങ്ങനത്തെ സ്ഥിതിവിശേഷമാണ്. അതുകൊണ്ട് സംഭവിക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസിന്റെ പരമ്പരാഗത കോൺഗ്രസിന്റെ മണ്ഡലമാണ്. അവിടെ ഈ പറയുന്ന പോലെ മറ്റുള്ള ഈ ആൾക്കാർ ഗതികെടുമ്പോഴാണ് തോൽപ്പിക്കുന്നത്. മനസ്സിലായി? തോറ്റുപോയാൽ കാരണം അവർ രക്ഷപ്പെടലാണ്. കാരണം രാഹുൽ ഗാന്ധിയിൽ നിന്ന് ആ വയനാട് രക്ഷപ്പെടുത്തുന്നു. സത്യത്തിൽ വയനാട്ടിൽ കഴിഞ്ഞ 5 വർഷമേ രാഹുൽ ഗാന്ധി വന്നിട്ടായിട്ടുള്ളൂ. രാഹുൽ ഗാന്ധിയുടെ കുടുംബത്തിന്റെ തന്നെ മണ്ഡലമായ അമേഠിയിൽ നിന്ന് ജനങ്ങൾക്ക് ഓടിക്കാമെങ്കിൽ എന്തും സംഭവിക്കാമെന്നുള്ളതാണ്. അമേഠിയിലെ സംഭവമാണ് ഞാൻ സ്മൃതി ഇറാനിയുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത്. അമേഠിയിലും റായ്ബറേലിയിലും ഒക്കെ ഇങ്ങനെ തന്നെയാണ്. ഇപ്പോഴാണ് അമേഠിയിലും റായ്ബറേലിയിലും വികസനം ഉണ്ടായത് എന്നാണ്. ഇത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ആ മാറ്റം, ആ കുടുംബാധിപത്യത്തെ മാറ്റി മറ്റു ആൾക്കാർ ഭരണത്തിലേക്ക് എത്തപ്പെടുമ്പോൾ വിഷനുള്ള നേതാക്കൾ, ജനങ്ങളുടെ പ്രതീക്ഷകൾക്കൊത്തുവരാൻ കഴിയുന്ന, ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കാൻ കഴിയുന്ന, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിച്ച് അവർക്ക് പരിഹാരം ഉണ്ടാക്കി കൊടുക്കുന്ന നേതാക്കൾ ഉണ്ടെങ്കിൽ മാത്രമേ
അവരെ ജനപ്രതിനിധികളാക്കാം. അത്തരത്തിലുള്ള ജനപ്രതിനിധികൾ ഉണ്ടാവട്ടെ. അവിടെ പേര് രാഹുൽ ഗാന്ധി എന്നോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെക്കാട്ടിലും മികച്ച വയനാടിന് പറ്റുന്ന മികച്ച സ്ഥാനാർത്ഥി കെ സുരേന്ദ്രനാണ്. മറ്റൊന്നും കൊണ്ട് രാഷ്ട്രീയപരമായ മറ്റൊന്നും കൊണ്ട് പറയുകയല്ല, വയനാട് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട, അല്ലെങ്കിൽ ഒരു ഫോൺ കോളിലെങ്കിലും ആക്സസബിൾ ആയ ആ മണ്ഡലത്തിലേക്ക് ഇടയ്ക്കിടെ വന്നു പോകാൻ കഴിയുന്ന ഒരേ ഒരു സ്ഥാനാർത്ഥി അവിടെ നിന്നുള്ളത് സത്യത്തിൽ കെ സുരേന്ദ്രനാണ്. മറ്റേ 2 അന്യസംസ്ഥാന തൊഴിലാളികളുള്ള മത്സരം എന്ന് വേണമെങ്കിൽ പറയുക. അതേപോലുള്ള ഒരു മത്സരമാണ്. അന്യസംസ്ഥാന തൊഴിലാളികളെ എന്നും കേരളം സ്വീകരിച്ചിട്ടുള്ളതുകൊണ്ടാണ് ഇപ്പോഴും പൊന്നാനിയിലൊക്കെ പലവട്ടം വന്നിട്ടുണ്ട്. അവർ എത്ര പ്രാവശ്യം ചുമത്തിട്ടുള്ള 9 വട്ടത്തോളം ഇവിടെ നിന്ന് ജയിച്ചു. അപ്പൊ അങ്ങനത്തെ ഇബ്രാഹിം സുലൈമാൻ അങ്ങനെ ഈ പൊന്നാനി മഞ്ചേരി അവരുടെ ഇടങ്ങളായിട്ട് മാറുന്ന കാലഘട്ടമായിരുന്നല്ലോ. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ അറിയാലോ, അല്ലാതെ തന്നെ പെരുമ്പാവൂരിലാണെങ്കിലും അതിഥി തൊഴിലാളികളുടെ മറ്റുള്ള നാടാണിത്. അതുകൊണ്ട് തന്നെ അന്യസംസ്ഥാന തൊഴിലാളികൾ എന്ന് പറയുന്ന പദത്തിനോട് ഞാൻ യോജിക്കുകയാണ്. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയൊക്കെ വീണ്ടും വിജയിപ്പിക്കുമായിരിക്കും. അത്തരത്തിൽ വിജയിപ്പിച്ചാൽ പോലും ഇതൊരു അവസാനത്തെ വിജയമായിരിക്കും. 400 വോട്ടിനോ 4000 വോട്ടിനോ 40,000 വോട്ടിനോ മാത്രമായിരിക്കും വിജയിക്കുക. അതല്ല 4 ലക്ഷം വോട്ട് ലഭിക്കില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഭൂരിപക്ഷം ഉണ്ടാകില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വലിയ മാറ്റങ്ങൾ 2029 തെരഞ്ഞെടുപ്പിൽ നടക്കും. അതിനു മുമ്പുള്ള ഒരു ട്രയലായിരിക്കും ഇപ്പോൾ നടക്കാൻ പോകുന്നത്. BJPയുടെ അപ്രമാദിത്വം തുടരാനുള്ള കാലഘട്ടം, അല്ലെങ്കിൽ തേരോട്ടം തുടങ്ങുവാനുള്ള ഒരു ശംഖുരി മുഴങ്ങുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ നടക്കുന്നത്. ഇതിന് ശേഷമുള്ള, അതായത് 2029 എത്തപ്പെടുമ്പോൾ വലിയ മാറ്റങ്ങൾ സംഭവിക്കാവുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരിക്കും 2024 സംഭവിക്കുന്നത്. വയനാട്ടിൽ അതുകൊണ്ട് കോൺഗ്രസിന് ചിലപ്പോൾ ലഭിക്കാവുന്ന ഒരു സീറ്റുകളിലൊന്നുകൂടിയാണ് വയനാട്.